ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 5 രൂപയുടെ നാണയം കൊണ്ട് നമുക്ക് സമ്പത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ? ലക്ഷ്മി കടാക്ഷവും അതിലൂടെ സാമ്പത്തിക നേട്ടവും ധനവർദ്ധനവും നേടുവാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. കടബാധ്യതയാണ് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന വലിയൊരു പ്രശ്നം. പലരെയും അലട്ടുന്ന ഒരു കാര്യമാണിത്. കടബാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്ന, ധനവരവിന് സഹായിക്കുന്ന ഒരു താന്ത്രിക പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് കടുകും നാണയവുമാണ് വേണ്ടത്. ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ വന്നു ചേരും. ഏത് തരത്തിലുള്ള ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അതിനൊക്കെയും പരിഹാരം കാണാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കഴിയും. ജീവിതത്തിൽ പണത്തിന് വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. അതില്ലാതെ വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ താളം തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മനസമാധാനം നഷ്ടപ്പെടും, കടങ്ങൾ വർദ്ധിക്കും, പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളാവും നമ്മളെ തേടിയെത്തുന്നത്. ധനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു പരിഹാര മാർഗം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പല വഴികളും പരീക്ഷിച്ചിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുന്നില്ല, കടബാധ്യതകൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു നിസ്സാരമായിട്ടുള്ള പരിഹാരം നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ധനവരവ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലുള്ള ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് സാധിക്കുള്ളൂ. ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കുള്ളൂ. ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും കടവും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളും വരുന്നത്, അല്ലെ? അപ്പോൾ അതിനുള്ള പരിഹാരമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടുകാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു വസ്തു തന്നെയാണ് കടുക് എന്ന് പറയുന്നത്. കടുകിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന കടുക് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ നോൺ വെജ് ഭക്ഷണത്തിന്റെ കൂടെയും ഒക്കെ നമ്മൾ ആ ഒരു കൈ ഉപയോഗിച്ച് ആ ബോക്സ് ഒക്കെ എടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഒരു 100 ഗ്രാം കടുക് നിങ്ങൾ ഫ്രഷ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ആണ്. മൂടി വെക്കാൻ പാകത്തിനുള്ള ഒരു ബോക്സ് ആയിരിക്കണം. അതായത് ടൈറ്റ് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിഡുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സ്. അതും നിങ്ങൾക്ക് ഫാൻസി ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ വീട്ടിൽ നല്ല കണ്ടെയ്നർ ബോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും എടുത്തു വെച്ച പാത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നോൺ വെജുമായിട്ട് നമ്മൾ ടച്ച് ചെയ്തൊരു പാത്രമോ ഒന്നും ആയിരിക്കരുത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു ബോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് തന്നെ എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ 20-30 രൂപയ്ക്ക് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ, അത് വാങ്ങിച്ചിട്ട് ഈ ഒരു കർമ്മം ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ളത് 5 രൂപയുടെ 8 കോയിനാണ്. 5 രൂപയുടെ കോയിന് തന്നെ എടുക്കുക. 8 കോയിന് അത് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങുന്ന ദിവസം തന്നെ 8 കോയിനും എടുത്തു വയ്ക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓരോ ആഴ്ചകളിലായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്നന്നത്തെ ദിവസം നിങ്ങൾക്കത് കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലെല്ലാത്തിലും ഉപരി വിശ്വാസം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. വിശ്വാസമില്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിന് ഫലം ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യവും വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ലഭിക്കും.
ഒരുപാട് ആൾക്കാർ ചെയ്ത് വിജയിച്ച, അതായത് സാമ്പത്തികമായിട്ട് ഉയർച്ചയിലെത്തിച്ച, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കി കൊടുത്ത ഒരു കർമ്മമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് പറയാം. ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോക്സിലേക്ക് ആ ഒരു കടുക് ഓപ്പൺ ചെയ്ത് ഇട്ട് കൊടുക്കാം. കടുക് നിങ്ങൾ എടുക്കുന്നത് ചെറിയ പാത്രമാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കടുക് ഇട്ടാൽ മതി. ഇനി കുറച്ചുകൂടെ വലിയ പാത്രമാണ് എന്നുണ്ടെങ്കിൽ അല്പം കൂടുതൽ കടുക് ഇടണം. കാരണം ഇതിലേക്ക് നമ്മൾ കോയിന് വയ്ക്കുന്ന സമയത്ത് ആ കോയിന് ഈ കടുകിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കണം. പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് കോയിൻ കാണാനായിട്ട് പാടില്ല. കടുകിൽ ഉള്ളിലായിട്ട് നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ കോയിന് വയ്ക്കാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ കടുക് നമ്മൾ ആ ഒരു ബോക്സിൽ എടുത്തിരിക്കണം. ഇനി അടുത്തതായിട്ട് ഈ കർമ്മം നമ്മൾ ചെയ്യേണ്ടത് ഏത് ദിവസമാണ് എന്ന് നോക്കാം. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള 2 ദിവസങ്ങളാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ആദ്യം തന്നെ ചെയ്യുന്ന ദിവസം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏത് ദിവസവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ബോക്സ് എടുത്ത് ബോക്സ് തുറന്ന് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത ശേഷം ഒരു 5 രൂപയുടെ നാണയം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാവണേ എന്നും സാമ്പത്തികപരമായിട്ട് നിങ്ങൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ഉണ്ടാകണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു കോയിന് നമുക്ക് ആ ഒരു ബോക്സിലുള്ള കടുകിലേക്ക് നിക്ഷേപിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വയ്ക്കുന്ന കോയിന് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് പാടുള്ളതല്ല. കടുകിന്റെ ഉള്ളിൽ മുഴുവനായിട്ടും ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കോയിന് വയ്ക്കാനായിട്ട്. ഇനി ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാനായിട്ടൊരു സമയമുണ്ട്. എല്ലാ സമയത്തും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്താണ്. ഈ ഒരു സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് രാവിലെ ഈ ഒരു 6 മണിക്കും 7 മണിക്കും ഇടയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളവർക്ക്, അങ്ങനെ അതിന് കഴിഞ്ഞില്ല എന്തെങ്കിലും സാഹചര്യവശാൽ എന്നുള്ളവർക്ക് രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്തും ചെയ്യാവുന്നതാണ്. ഈ 2 സമയങ്ങളിലുമല്ലാതെ മറ്റൊരു സമയത്ത് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു കാര്യം നമ്മൾ 1 മാസമാണ് ചെയ്യേണ്ടത്, അതായത് 4 ആഴ്ച. നിങ്ങൾ ആദ്യം ഒരു ചൊവ്വാഴ്ചയാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ഒരു കോയിൻ എടുത്ത് ആ കടുകിലേക്ക് നിക്ഷേപിച്ചു. അത് ആ ഒരാഴ്ചയിൽ തന്നെ വെള്ളിയാഴ്ച ദിവസം വീണ്ടും ഒരു കോയിനും കൂടി എടുത്ത് കടുകിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ ചൊവ്വാഴ്ച ഇടുക, വെള്ളിയാഴ്ച ഇടുക. അങ്ങനെ 1 മാസം 8 ദിവസം വരുമല്ലോ. 4 ആഴ്ചയിൽ 4 ചൊവ്വാഴ്ചയും 4 വെള്ളിയാഴ്ചയും വരും. അങ്ങനെ 8 ദിവസം വരും. 8 5 രൂപയുടെ കോയിന് 1 മാസം കൊണ്ട് നമ്മൾ ആ കടുകിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകും. ആ 8ാമത്തെ കോയിന് നമ്മൾ ഇടുന്ന ദിവസം, അതായത് 4ാമത്തെ ആഴ്ചയിലെ ലാസ്റ്റത്തെ വെള്ളിയോ ചൊവ്വയോ നമ്മൾ ഇടുന്ന സമയത്തും കോയിൻ ഇട്ട് ഇതുപോലെ തന്നെ ബോക്സ് അടച്ചു വയ്ക്കുക. ഈ ബോക്സ് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അടച്ചു വെച്ച ശേഷം ഇപ്പം നിങ്ങൾ ലാസ്റ്റ് അതിലേക്ക് കോയിൻ നിക്ഷേപിച്ചത് ചൊവ്വാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് അതിലിപ്പോൾ 5 രൂപയുടെ 8 കോയിൻ 40 രൂപ ഉണ്ടാവുമല്ലോ. ആ 8 കോയിനും എടുത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു കോയിന് ആർക്കെങ്കിലും ദാനം ചെയ്യാവുന്നതാണ്. നമ്മളുടെ ആവശ്യത്തിനായിട്ട് ഒരു കാരണവശാലും ആ ഒരു കോയിന് യൂസ് ചെയ്യാനായിട്ട് പാടില്ല, ആ ഒരു പണം എടുക്കാനായിട്ട് പാടില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇനി അത് അന്നദാനത്തിനായിട്ട് യൂസ് ചെയ്യാം. ഈ 40 രൂപ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നല്ല പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ മറ്റ് കയ്യിലുള്ള പണവും കൂടി കൂട്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ കോയിനും കൂടെ അതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മറ്റെന്തെങ്കിലും വസ്തുക്കൾ, പഠനോപകരണമായാലും അല്ലെങ്കിൽ പലചരക്ക് വ്യഞ്ജനങ്ങളായാലും അങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ആ ഒരു പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. 1 മാസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഇത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റത്തെ വെള്ളിയാഴ്ച ഇതിൽ നിന്ന് കോയിന് മാറ്റി ആ കോയിന് ഒന്നുകിൽ ദാനം ചെയ്യുക, അല്ലെങ്കിൽ കാണിക്കവഞ്ചിയിൽ നിക്ഷേപിക്കുക.
ഈ കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഒരു ഇത് തുടങ്ങാനായിട്ട് പാടുള്ളൂ. അടുത്തതായിട്ട് വീണ്ടും ഈ ഒരു കർമ്മം ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. ആ കോയിന് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്തതായിട്ട് ഈ കർമ്മം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ 4 ആഴ്ചകളിലുള്ള 8 ദിവസവും 4 ചൊവ്വാഴ്ചയും 4 വെള്ളിയാഴ്ചയും ഒരു മുടക്കവും കൂടാതെ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യാനായിട്ട് ശ്രമിക്കണം. മിഡിലിൽ ഒരു ദിവസം പോലും അത് മുടങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും 1 എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആദ്യം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും 1 എന്ന് തുടങ്ങേണ്ടി വരും. ഒരു തവണ മുടക്കം വന്നു കഴിഞ്ഞാലും പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ഇനി എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധവുമില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും 6 മുതൽ 7 മണി വരെ ഉള്ള ആ ഒരു സമയത്തിന് നടുവിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ച ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ബ്രേക്ക് ആയി പോകാനായിട്ട് പാടുള്ളതല്ല. ഇനി ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, മുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. ഇത് മുടങ്ങുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ അതിനെക്കൊണ്ട് ദോഷങ്ങളൊന്നും വരില്ല. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ശരിയായ ഫലം ലഭിക്കില്ല. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഫലം ലഭിക്കുക എന്നുള്ളതാണല്ലോ. അല്ലാതെ ഇതിന് ദോഷപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് ആലോചിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് നാണയം തിരിച്ചെടുക്കുന്ന സമയത്ത് ഈ 8 ചൊവ്വയും വെള്ളിയും കഴിഞ്ഞ് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് ആ കോയിന് തിരിച്ചെടുക്കുന്ന സമയത്ത് രാഹുകാലം അല്ലാത്ത സമയത്ത് വേണം തിരിച്ചെടുക്കാനായിട്ട്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രാഹുകാല സമയം അല്ലാത്ത സമയത്ത് മാത്രം പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിഹാര മാർഗമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.